എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചക്കപ്പഴം വെച്ചിട്ടുള്ള ഒരു 2 ഡെസേർട്ടാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഒന്ന് നമ്മുടെ നാടൻ സ്വന്തം ചക്കട, മറ്റത് കുറച്ചൊരു വ്യത്യസ്തമായിട്ട്. അപ്പോൾ ചക്കട നമുക്കറിയാം, പക്ഷേ ഇത് നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ വളരെ എളുപ്പത്തിൽ ചക്ക വരട്ടുമൊന്നും ചെയ്യാതെ വളരെ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാം, കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച്, അതാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. പിന്നെ ഒരു ഡെസേർട്ട് ഞാൻ യൂട്യൂബിൽ കണ്ടതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്, എങ്കിൽ നമുക്കിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അതായത് അധികമൊന്നും വേണ്ട, ചക്കപ്പഴവും കുറച്ച് പഞ്ചസാരയും ഫ്രഷ് ക്രീമും കുറച്ച് പപ്പടവും, ഇത്ര മാത്രം മതി. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അതും ഞാൻ കാണിച്ചിട്ടുണ്ട്. ഒരു ഡെസേർട്ടായിട്ട് ആലുവയിലൊരു ഒരു റെസ്റ്റോറൻറ്റിൽ സെർവ് ചെയ്ത സാധനമാണെന്ന് പറഞ്ഞിട്ടാണ് ഈ യൂട്യൂബിൽ കണ്ടത് ഞാൻ. അപ്പം ഞാൻ വിചാരിച്ചു ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പം ഞാനത് ഉണ്ടാക്കി ഒന്ന് അല്പം കഴിച്ച് നോക്കി. കുഴപ്പമില്ല എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഉപ്പുമുണ്ട്, മധുരമുണ്ട്. അത് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഡെസേർട്ടാണെന്നാണ് പറഞ്ഞത്. കുഴപ്പമില്ല, നല്ല തിരക്കേടില്ലാത്തൊരു ഡെസേർട്ട് തന്നെയാണ്. അപ്പോൾ ചക്കട എനിക്ക് പക്ഷേ കൂടുതൽ ഇഷ്ടം ചക്കട അങ്ങനത്തെ നാടൻ വിഭവങ്ങളാണ്. അപ്പോൾ ചക്കട വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുക, ഇതിന് ഫില്ലിംഗ് ഒന്നും വയ്ക്കാനൊന്നുമില്ല, അല്ലാതെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതും കാണിച്ചു തരാം. നമ്മുടെ ഈ ഡെസേർട്ടും കാണിച്ചു തരാം, ചക്ക ഡെസേർട്ടും കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വരും. ചക്കപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് അധികം നിറമൊന്നുമില്ല, ഇതിന് കളർ കുറവാണ്, പക്ഷെ നല്ല മധുരമുണ്ട്. ചക്കപ്പഴം നമ്മൾ ചുളയായിട്ട് ഇരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകി കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് വേവിച്ചെടുക്കണം. ചുവട് കട്ടിയുള്ള ഒരു പാനിലേക്കാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. കുറച്ചൊന്ന് ഒരല്പം സമയം മതി, ഒരു 2 മിനിറ്റ് കൊണ്ട് നമുക്കിതൊന്ന് വെന്ത് കിട്ടും. പിന്നെ വെള്ളം നമ്മൾ വളരെ കുറച്ചേ വെച്ചിട്ടുള്ളൂ, അപ്പോൾ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം. ഈ ചക്കപ്പഴത്തിൽ തന്നെ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കുകയും വേണ്ട. ഒരു 1/4 കപ്പ് വെള്ളം കഷ്ടി ഒഴിച്ചാൽ മതി. ഒന്ന് വെന്ത് വരട്ടെ. 2 മിനിറ്റായി. നമ്മുടെ ചക്ക നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, വെള്ളമൊക്കെ വറ്റി. ഞങ്ങൾക്ക് അല്പം വെള്ളമേ ഒഴിച്ചിരുന്നുള്ളൂ, അതൊക്കെ വറ്റി. കണ്ടോ, നമ്മളിപ്പം ഇതുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ കണ്ടോ നല്ലപോലെ. ഇനിയും നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സിയിലിട്ട് ചൂടാറി കഴിയുമ്പോൾ ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. ഇത് നമ്മൾ ചക്ക വരട്ടുമൊന്നും വേണ്ട, അല്ലാതെയാണ് നമ്മൾ ചക്കട ഉണ്ടാക്കുന്നത്. ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ശർക്കര, അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉരുക്കി അരിച്ചെടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഇത് കല്ലൊന്നും ഇല്ലാത്ത ശർക്കരയാണ്, എങ്കിലും ഒന്ന് ഉരുക്കി അരിച്ചെടുത്തേക്കാം. ഇനി മിക്സിയുടെ വലിയ ജാറിലേക്ക് ചക്കപ്പഴം വേവിച്ചത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ചൂടാറിയിട്ട് മതി അരയ്ക്കാൻ. ഞാൻ പകർത്തി വെച്ചെന്നേ ഉള്ളൂ. ശർക്കര നല്ലതുപോലെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അരിച്ചെടുക്കാം. ചക്കപ്പഴം നല്ലതുപോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൽ ഇട്ടിട്ടാണ് നമ്മൾ അരിപ്പൊടിയും ശർക്കരയൊക്കെ ചേർത്ത് അടയ്ക്കുള്ളത് കുഴച്ചെടുക്കാൻ പോണത്. ശർക്കര ഉരുക്കിയത് അരിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര പാനിക്ക് ചൂടുണ്ട്, അതുകൊണ്ട്
ആദ്യം ഈ തവി കൊണ്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് കുഴച്ചെടുത്താൽ മതി. ഇനിയും ചിലപ്പോൾ വെള്ളം ചേർക്കേണ്ടി വരില്ലായിരിക്കും. ഈ ശർക്കരയുടെ ഉരുകിയ ശർക്കരപ്പാനിയുടെ വെള്ളവും ചക്കയിലും കുറച്ച് വെള്ളം ഉണ്ടല്ലോ, അതൊക്കെ കൂടി മതിയാവും മിക്കവാറും. ചക്കയും ശർക്കരയും അരിപ്പൊടിയും കൂടെ ഇവിടെ നല്ലതുപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് രണ്ട് സാധനങ്ങളാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. ഇത് തേങ്ങാക്കൊത്ത് ഒരു 1/4 കപ്പോളം ഉണ്ട്. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചു വെച്ചതാണ്. ഇനി ഒന്നുകൂടെ കുഴച്ചിട്ട് നമുക്ക് അട പരത്തി ഉണ്ടാക്കാം. ഇനി നമുക്ക് ഇലയിൽ, ഞാനിപ്പോൾ വാഴയിലയാണ് എടുത്തിരിക്കുന്നത്, അതിലേക്ക് ഈ ചക്കയുടെ മിക്സ് ഉണ്ടല്ലോ, അടയ്ക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടില്ലേ, അതൊന്ന് വെച്ച് പരത്തി കൊടുക്കാം. ഈ ഇല മടക്കണതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെയും കൂടിയാണ് മടക്കുന്നത്. നല്ല മാവ് നല്ല ലൂസായിട്ടാണ് വന്നിരിക്കുന്നത്, ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. പക്ഷേ ഈ ചക്കയിൽ നല്ല പോലെ വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ശർക്കരപ്പാനിയാണ് ചേർത്തത്. ചക്കയ്ക്ക് നല്ല മധുരം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അധികം ശർക്കരയും ചേർക്കേണ്ടി വന്നില്ല. ഇത് സാധാരണ ഞാൻ വെക്കുന്ന ഇഡ്ഡലിപ്പാത്രമല്ല, അത് ചീത്തയായിപ്പോയി. അതിനകത്ത് അതിൻ്റെ ആ ഇഡ്ഡലി പാത്രത്തിന് ഒരു ഹോള് വീണത് കൊണ്ട് അത് വെള്ളം ലീക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ വേറൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് വലിപ്പമുള്ളതാണ്, വട്ടമുള്ളതാണ്. പക്ഷെ നമുക്ക് അറിയാൻ പറ്റും, കാണാൻ പറ്റും. ആ ഗ്ലാസ് ലിഡായതുകൊണ്ട് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇതൊരു 10 മിനിറ്റൊക്കെ എടുക്കും നല്ലതുപോലെ വെന്ത് വരാനായിട്ട്. അവിടെ ഇരിക്കട്ടെ. ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ വച്ചിട്ടുണ്ട്. ഇത് നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ, വെള്ളം ഉള്ളിൽ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പം നല്ലതുപോലെ സ്റ്റീം വരുന്നുണ്ട്. ഇനി ഞാൻ ഇത് ഹൈ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുകയാണ്. കുറച്ച് സമയം കൂടി ഇരിക്കട്ടെ. നല്ലപോലെ വെന്ത് വന്നോന്ന് നമുക്കൊന്ന് നോക്കാം. യെസ്, കേട്ടോ, വെന്തിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി ഇതിവിടെ ഇരുന്നൊന്ന് തണുക്കട്ടെ. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലേക്ക് പോകാം. ഇതും ചക്കപ്പഴം വെച്ചിട്ടുള്ളത് തന്നെയാണ്. പിന്നെ ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണതാണ്. യൂട്യൂബിൽ കണ്ടൊരു ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ഉണ്ടാക്കി നോക്കാം എന്തായാലും. ചക്കപ്പഴം നമ്മൾ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ, അതൊരു പാനിലേക്ക് ചൂടായപ്പോൾ ഇട്ട് കൊടുത്തു. തീരെ ചെറുതായിട്ടൊന്നും അരിഞ്ഞില്ല, പക്ഷെ അതൊന്ന് വെന്ത് വന്നു കഴിഞ്ഞപ്പോൾ നല്ലപോലെ സോഫ്റ്റായി വന്നപ്പോൾ ഞാൻ ഈ തവി വച്ച് ഒന്ന് ഉടച്ചു കൊടുത്തു. എന്നിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇവിടെ ഞാനൊരു 2.5, അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ടാൽ മതി. ഞാനൊരു 2.5 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇങ്ങനൊരു ആ പഞ്ചസാരയിൽ പഞ്ചസാര ഉരുകി അതിലേക്ക് ഈ ചക്കപ്പഴം നല്ല മധുരമുള്ളതാണ്, അതിലേക്ക് ഈ മധുരമൊക്കെ പിടിച്ചിട്ടുണ്ട്.
ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. ഒരു ഈസി ആയിട്ടുള്ളൊരു ഡെസേർട്ടാട്ടോ ഉണ്ടാക്കുന്നത് ചക്ക വെച്ചിട്ട്. കണ്ടോ, ഇത് പപ്പടം. ഒന്ന് പപ്പടം കാച്ചിയതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇത് അടിപൊളി ടേസ്റ്റാന്നൊക്കെയാണ് ഒരു വീഡിയോയിൽ ഞാൻ കണ്ടതാ. ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. പപ്പടം നമ്മൾ പൊടിച്ചിട്ട് കൊടുത്തു. എന്താ, കണ്ടില്ലേ? ഇത് ഫ്രഷ് ക്രീമാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ ചക്കപ്പഴത്തിൻ്റെ കൂട്ട്. പഞ്ചസാരയിലൊക്കെ അലിഞ്ഞ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അടിയിൽ ഒരു ലെയർ പപ്പടം, പൊടിച്ച പപ്പടം. ഇനി ഇതിലേക്ക് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. കണ്ടോ, ഇത് സൂപ്പർ ടേസ്റ്റ് ആണെന്നാണ് പറഞ്ഞത്. നല്ലൊരു ഡെസേർട്ടാണെന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം നല്ലതാണോ എന്ന്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. നല്ലപോലെ മിക്സ് ചെയ്യണം. ആകെ 3 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ചക്കപ്പഴം പഞ്ചസാരയിൽ നല്ലതുപോലെ ഉരുക്കിയിട്ട് അങ്ങനെ, പിന്നെ പപ്പടം, പിന്നെ ഫ്രഷ് ക്രീം. കണ്ടോ, നല്ല പോലെ നമ്മൾ മിക്സ് ചെയ്തു. ഇനി ഇത് കഴിച്ചു നോക്കാം. കൊള്ളാട്ടോ, നല്ല ടേസ്റ്റുണ്ട്. പക്ഷേ എനിക്ക് കൂടുതലിഷ്ടം ചക്കയുടെ നാടൻ വിഭവം തന്നെയാണ്. എൻ്റെ 2 ചക്ക വിഭവങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇപ്പോൾ ആ ചക്ക ഡെസേർട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ചിലർക്ക് ഇഷ്ടപ്പെടാവുന്നതാണ്. അപ്പോൾ പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തന്നേക്കൂ. പിന്നെ ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ ഒന്ന് അറിയിക്കാൻ മറക്കണ്ട. അടുത്തൊരു വീഡിയോയിൽ ഉടനെ കാണാം. താങ്ക് യു. ബൈ.